നമസ്കാരം. എല്ലാ സി മലയാളം ന്യൂസ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞ ഡോക്ടർ VK മിനിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, പുതിയൊരു കാലാവസ്ഥ മുൻകരുതലുകളൊക്കെ നൽകിയിരിക്കുന്ന ഒരു സമയമാണ്. നിലവിലെ കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയിലെ സീസൺ എന്ന് പറയുന്നത് 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തേത് വിൻ്റർ സീസൺ, ജനുവരി ഫെബ്രുവരി വിൻ്റർ, പിന്നീട് സമ്മർ സീസൺ, മാർച്ച് ഏപ്രിൽ മെയ്, പിന്നെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, പിന്നീട് പോസ്റ്റ് മൺസൂൺ സീസൺ, അത് നമ്മുടെ തുലാവർഷം എന്ന് പറയും. തുലാവർഷം ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പോൾ അതിൽ ഇപ്പം ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് മഞ്ഞുകാലം അഥവാ വിൻ്റർ സീസൺ ആണെങ്കിലും കേരളം എന്ന് പറയുന്നത് ഒരു സൈഡിൽ സമുദ്രവും മറ്റേ സൈഡിൽ നമുക്ക് വെസ്റ്റേൺ ഗാഡ്സും ആണുള്ളത്. അപ്പം ഈ സമുദ്രത്തിൻ്റെ സാമീപ്യം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന വിൻ്റർ എന്ന് പറയുന്നത് അത്ര ഡീമാർക്കേറ്റഡ് അല്ല. അത് എന്നാൽ വെസ്റ്റേൺ ഗാഡ്സിലുള്ള ഹില്ലി ഏരിയയിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ കോസ്റ്റിനോട് ചേർന്നുള്ളിടത്ത് കോസ്റ്റൽ റീജിയനിൽ നമുക്ക് വിൻ്റർ അങ്ങനെ അനുഭവപ്പെടാറില്ല. രാത്രി കാലങ്ങളിൽ ചെറിയ തണുപ്പ് അനുഭവപ്പെടും, പകൽ നമുക്ക് വിൻ്ററായിട്ട് അങ്ങനെ തോന്നാറില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ രീതി. ഇപ്പം ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാ ജനങ്ങളോടും ജാഗ്രത പാലിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞിരുന്നു, സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, പിന്നീട് അതിനോട് ചേർന്ന് തുലാവർഷം ഒക്ടോബർ നവംബർ ഡിസംബർ. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് നല്ലതുപോലുള്ള മഴ കിട്ടുന്നുണ്ട്. മഴയ്ക്ക് കാരണമായിട്ടുള്ളത് ക്ലൗഡ്സാണ്, മേഘങ്ങൾ. അപ്പം എപ്പോഴും ആകാശം മേഘാവൃതമായിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ലി ഭാഗികമായിട്ടെങ്കിലും മേഘാവൃതമായിരിക്കും. എന്നാൽ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മുടെ ആകാശം ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. തെളിഞ്ഞ ആകാശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യനിൽ നിന്നുള്ള സൂര്യരശ്മികളും അതിൻ്റെ താപവും കൂടുതൽ നമുക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന സമയം ആണ് ഈ ക്ലൗഡ് ഇല്ലാത്ത സമയം. അപ്പം പകലെല്ലാം കൂടുതൽ ക്ലൗഡ്ലെസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ കൂടുതലായിട്ട് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പകൽ താപനില ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് പകലെല്ലാം അസ്വസ്ഥത അനുഭവപ്പെടുന്നതും. ഇനി രാത്രി കാലങ്ങളിൽ ക്ലൗഡ്ലെസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സൂര്യനിൽ നിന്നുള്ള താപം കൊണ്ട് ഭൂമി ചൂടായിട്ട് ഈ ചൂട് കാരണം ഭൂമിയിൽ നിന്ന് ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് തെർമൽ റേഡിയേഷനാണ്. ആ റേഡിയേഷൻ മുകളിലേക്ക് പോകുമ്പം ക്ലൗഡ് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അത് ഫ്രീ ആയിട്ട് ആകാശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുമൂലം നമുക്ക് രാത്രി കാലങ്ങളിൽ ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നു. രാത്രികാലങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടും. മേഡം, അതേപോലെ ഈ മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ഇടി ഉണ്ടാകും, അതേപോലെ തന്നെ മിന്നൽ കാണുമെന്നും പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാലാവസ്ഥയാണ് ചൂടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രവചനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? ഒരു പ്രവചനം എങ്ങനെയാണ് നടത്തുന്നത്? മെറ്റീരിയോളജിക്കലി നമ്മൾ മഴയോടുകൂടിയുള്ള കാലാവസ്ഥയ്ക്ക് നമ്മൾ നല്ല വെതറുള്ള സമയം എന്ന് പറയും. ചൂടെന്ന് പറയുന്നത് നമ്മളത് ഒരു വെതർ ഇവൻ്റായിട്ടല്ല കാണുന്നത്, അതൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞു, ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ആവശ്യത്തിന് കിട്ടുകയും ഭൂമിയുടെ ഉപരിതലം ചൂടായിട്ട് നമ്മുടെ അന്തരീക്ഷം ചൂടായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതേസമയം മഴ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയോളജിക്കൽ ഇവൻ്റാണ്, ഒരു പ്രതിഭാസം, പ്രസിപ്പിറ്റേഷൻ എന്ന് നമ്മൾ പറയും. അപ്പം മഴ നടക്കുമ്പോൾ പലതരം മഴ തരുന്ന ക്ലൗഡ്സിനകത്ത് തന്നെ പലതരം ക്ലൗഡുണ്ട്. അപ്പം ചില ക്ലൗഡ് വളരെ ആകാശം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല മഴ കിട്ടും. അപ്പോൾ അതിനകത്ത് ഇടിയോടുകൂടിയുള്ള മഴ കിട്ടണമെങ്കിൽ അതിന് പ്രത്യേകതരം വേറൊരു ക്ലൗഡുണ്ട്, ക്യുമുലോ നിംബസ് ക്ലൗഡ്. അതെന്ന് പറയുന്നത് കൺവെക്റ്റീവ് ക്ലൗഡാണ്. ഭൂമി ചൂടായിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ആർദ്രത കൂടിയ
വായു മുകളിലേക്ക് ഉയരുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെർട്ടിക്കലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്ലൗഡാണ് ക്യുമുലോ നിംബസ് ക്ലൗഡ് അല്ലെങ്കിൽ കൂമ്പാര മേഘങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതുപോലെയുള്ള മേഘങ്ങൾ ഇടിയോടുകൂടിയുള്ള മഴ തരാനുള്ള കഴിവുള്ള മേഘങ്ങളാണ്. അപ്പോൾ ആ മേഘങ്ങളുള്ള സമയങ്ങളിൽ നമുക്ക് ഇടിയോടുകൂടിയുള്ള മഴയും അല്ലാതെ ഉള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് സാധാരണ മഴയുമാണ് കിട്ടുന്നത്. ഈ നമുക്കിപ്പോൾ ഫോണിൽ അലേർട്ടുകൾ കിട്ടാറുണ്ട്, 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ മഴയായിരിക്കും, അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ആ സന്ദേശം നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ അത് ഒരാളിലേക്ക് എത്തുക, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മൾക്ക് പലതരം ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഭാരത അന്തരീക്ഷ ശാസ്ത്ര വിഭാഗം നമുക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സിസ്റ്റവും ഫോർകാസ്റ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഡിസമിനേഷൻ സിസ്റ്റവും ഉണ്ട്. അതായത് വർഷം മുഴുവനും 24 മണിക്കൂറും ഒബ്സർവേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഓരോ ഒബ്സർവേഷൻ 3 അവർലി ഇൻ്റർവെല്ലാണ് നമുക്ക് ഒബ്സർവേഷൻ നടക്കുന്നത്. ആ ഒബ്സർവേഷൻ എല്ലാം കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫോർകാസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഈ ഫോർകാസ്റ്റ് തന്നെ പല ടെമ്പറൽ സ്കെയിൽ, അതായത് പല ടൈംലി സ്കെയിലും പല സ്പേഷ്യൽ സ്കെയിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ ടെമ്പറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറയും. ഒരു മാസം മുതൽ അല്ലെങ്കിൽ ഒരു സീസണിലേക്ക് കൊടുക്കുന്ന ഫോർകാസ്റ്റ്, അത് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ്. അതുപോലെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചത്തേക്കുള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റ്. അതുപോലെ 10 ദിവസത്തേക്ക് ഉള്ള ഫോർകാസ്റ്റ്, 10 ദിവസം തൊട്ട് ഒരാഴ്ച വരെയൊക്കെ ഉള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ്. പിന്നെ അതുപോലെ ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ് 3 ദിവസം, 1 മുതൽ 3 ദിവസം വരെയുള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഒരു 3 തൊട്ട് 6 മണിക്കൂർ നേരത്തേക്ക് വാലിഡിറ്റി ഉള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നു, അതിന് നൗകാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഇടിയോടുകൂടിയുള്ള മഴ, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് തണ്ടർ സ്റ്റോം, അത് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ നൗകാസ്റ്റാണ് കൊടുക്കുന്നത്. അത് പെട്ടെന്നാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കൂമ്പാര ക്ലൗഡുകളെന്ന്. അപ്പോൾ ആ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുതൽ ചിലപ്പം മാക്സിമം 1.5 മണിക്കൂർ കൊണ്ട് അത് പെയ്ത് തീരും, അതിൻ്റെ വലുപ്പം അനുസരിച്ചും അതിൻ്റെ വ്യാപ്തി അനുസരിച്ചും. അപ്പം അങ്ങനെയുള്ള ക്ലൗഡിൽ നിന്നുള്ള ഫോർകാസ്റ്റ് മഴ വരുമ്പോൾ, ഇടിയോടുകൂടിയുള്ള മഴ വരുമ്പോൾ നമ്മൾ നൗകാസ്റ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ വാലിഡിറ്റി വളരെ കുറവ് സമയത്തേക്ക് ഉള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേക ഡിസമിനേഷൻ സിസ്റ്റമുണ്ട്. കോമൺ അലർട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ക്യാപ്പ് സിസ്റ്റം ഉണ്ട്. അപ്പം ഈ ക്യാപ്പ് വഴി ഫോർകാസ്റ്റ് ഡിസമിനേറ്റ് ചെയ്യുമ്പം നമ്മളൊരു സെൻട്രൽ സെർവറിലേക്ക് IMDയിൽ നിന്നുള്ള ഫോർകാസ്റ്റ് അപ്ലോഡ് ചെയ്യും. അത് പബ്ലിക്കിലേക്ക് SMS വഴി എത്തിക്കുന്നുണ്ട്. അത് NDMAയുടെ BSNL കൂടെ ചേർന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ ക്യാപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് പല ഏജൻസികളും അവരവരുടേതായിട്ടുള്ള വാണിംഗ് അലർട്ട് അല്ലെങ്കിൽ അലർട്ടുകൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ക്യാപ്പ് സിസ്റ്റം. ഓക്കെ മാഡം, ഒരുപാട് ടെക്നോളജികൾ ഇങ്ങനെ ദിനം പ്രതി വരികയാണ്. അടക്കമുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ലഭ്യമാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ഇങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ? എപ്പോഴും നമ്മൾ ഏത് ടെക്നോളജി വന്നാലും അത് വെതർ സിസ്റ്റത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ ഡാറ്റ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തുള്ള സിസ്റ്റം, ന്യൂമറിക്കൽ വെതർ സിസ്റ്റം ഉപയോഗിച്ചുള്ള മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഡാറ്റ കൂടുതൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈ പവർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണുള്ളത്, അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലുള്ള മറ്റ് ഓർഗനൈസേഷനുണ്ട്, IMDയുടെ സിസ്റ്റർ ഓർഗനൈസേഷൻസ്. അവർ കൂടുതലായിട്ടും മോഡലിങ്ങിന് തന്നെ ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന
ഓർഗനൈസേഷൻസാണ്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന ന്യൂമറിക്കൽ വെതർ പ്രിഡിക്ഷനും അവരുടെ പ്രോഡക്റ്റും അതുപോലെ IMDയും ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ വെതർ പ്രിഡിക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യൻ സിസ്റ്റം തന്നെ 7 ന്യൂമറിക്കൽ വെതർ മോഡലിംഗ് ഉണ്ട്. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനകത്തുള്ള ഒരു കൺസെൻസസ് ആണ്. ഏതെങ്കിലും ഒരു മോഡലിനെ മാത്രം നമുക്ക് എല്ലാ സീസണിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും അത് എല്ലാം കറക്റ്റ് ആകണമെന്നില്ല. അപ്പം പല മോഡലിങ്ങും അതുപോലെ നമുക്ക് മറ്റ് ടൂൾസ് ഉണ്ട്. ഈ മോഡൽ മാത്രമല്ല, ഈ ഒബ്സർവേഷൻ്റെ അനാലിസിസ് നടത്തും, അതുപോലെ റഡാർ ഇമേജിൻ്റെ അനാലിസിസ് ചെയ്യും, അതുപോലെ സാറ്റലൈറ്റ് പിക്ചർ, സാറ്റലൈറ്റിൻ്റെ ഒബ്സർവേഷൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പല ഒബ്സർവേഷൻ നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒബ്സർവേഷൻ എല്ലാം നടത്തുന്നത് നമ്മൾക്ക് കരയിൽ ഉള്ള കുറച്ച് ഒബ്സർവേറ്ററികളിലാണ്. അപ്പം നമുക്ക് കടലിലെ ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഐലൻഡ് സ്റ്റേഷനുകളിൽ കേരളത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഐലൻഡുകളിലെല്ലാം ഒബ്സർവേറ്ററീസ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഒബ്സർവേഷൻ ഡാറ്റ, അതുപോലെ പിന്നീട് കപ്പലിൽ ഒബ്സർവേഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബൂയ്സ് ഉണ്ട്, അതിൽ നിന്നുള്ള ഒബ്സർവേഷൻ സിസ്റ്റം. ഇതിൽ നിന്നെല്ലാം ഉള്ള ഇൻസിറ്റു ഒബ്സർവേഷണൽ ഡാറ്റയും അതുപോലെ പിന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ. സാറ്റലൈറ്റ് എന്ന് പറയുമ്പം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ദൂരെ നിന്ന് ഉള്ള റിമോട്ട് സെൻസിങ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അത് ആ കിട്ടുന്ന ഡാറ്റയിൽ തന്നെ നമുക്ക് കുറച്ച് ഡിറൈവ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാകും. മെറ്റീരിയോളജിക്കൽ ഡാറ്റ നമുക്ക് അതിൽ നിന്ന് നേരിട്ട് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്നുള്ള ഡിറൈവ്ഡ് ഡാറ്റ യൂട്ടിലൈസ് ചെയ്ത് അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു കൺസെൻസസ് വെച്ചാണ് നമ്മൾ ഫോർകാസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുമ്പോൾ പൊതുജനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും കൃത്യമായിട്ട് ഇത് ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ? ഉണ്ട്. അത് ജനങ്ങൾ പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പം എല്ലാവരും IMD കൊടുക്കുന്ന ഡാറ്റയെ അല്ലെങ്കിൽ വാണിങ്, അലർട്ട് ഇതെല്ലാം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം. ചെയ്താലേ നമ്മൾ ഏത് സമയത്താണ്, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള വെതർ ഇവൻറ്റ്സ് അല്ല ഇപ്പോൾ. വെതർ ഇവൻറ്റ്സിൻ്റെ എല്ലാം ശക്തി വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് ഒക്കറൻസ്, അതിൻ്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹെവി റെയിൻഫോൾ എന്ന് പറയുന്നത് 1-2 സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂടുതൽ ഇടപെട്ട് വരുന്നുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന ഈ എക്സ്ട്രീംലി ഹെവി റെയിൻഫോളിൻ്റെ സമയദൈർഘ്യം, അത് ഉണ്ടായി വരുന്ന സമയം, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പെട്ടെന്ന് മഴ വന്നു, പെട്ടെന്ന് അതങ്ങ് തീരുന്നു. നേരത്തെ നമ്മൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ നേരത്തേക്കുണ്ടാകുന്ന റെയിൻഫോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ അതങ്ങ് പെയ്തു തീരും. അപ്പോൾ അങ്ങനെ അത്രയും ഒരുമിച്ച് മഴ എത്തുമ്പോൾ, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മഴവെള്ളം എത്തുമ്പോൾ അത് ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, അതാണ് കൂടുതലായിട്ട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഫോർകാസ്റ്റ് അല്ലെങ്കിൽ വാണിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കൂടുതൽ എല്ലാ ജനങ്ങളും അതുപോലെ വെതർ സെൻസിറ്റീവായിട്ടുള്ള പല ഏരിയയുണ്ട്, അവർക്കെല്ലാം പ്രത്യേകം നമ്മൾ ഫോർകാസ്റ്റും വാണിങ്ങും എത്തിക്കുന്നുണ്ട്. ഫിഷർമാന് വേണ്ടി പ്രത്യേകമുണ്ട്, ഏവിയേഷൻ സെക്ടറിന് കൊടുക്കുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിന് കൊടുക്കുന്നുണ്ട്, ഷിപ്പ്, അതുപോലെ സർഫസ് ട്രാൻസ്പോർട്ട്, ഇതുപോലെ പല ഏരിയയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളും അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്യണം. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അതായത് ഈ ഒരു പ്രളയം കഴിഞ്ഞു, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അപ്പോഴെല്ലാം ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് കാലാവസ്ഥ പണ്ടത്തെ കാലാവസ്ഥയല്ല, ഒരുപാട് വ്യത്യാസമുണ്ടായി. ഈ പറയുന്നതിലൊരു സത്യാവസ്ഥയുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മഴ തന്നെ പെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടായിട്ട് ഒരു മിതമായിട്ടുള്ള ഒരു മഴ കൂടുതൽ നേരത്തേക്ക് ഒരു ദിവസം പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇപ്പോഴൊക്കെ നമ്മൾ
കാണുന്നത് നമുക്ക് സെൽഫ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് കാണാം. അതുപോലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുണ്ട്. അതിൻ്റെയൊക്കെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഈ പെട്ടെന്ന് ഉള്ള കുറച്ചൊരു സമയത്തേക്കാണ് ഈ കൂടുതലായിട്ട് പീക്ക് റെയിൻഫോൾ ഉണ്ടായി തീരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഭൂമിക്കും അതുപോലെ നമുക്ക് നമ്മുടെ നിലനിൽപ്പിനും പരിസ്ഥിതിക്ക് അത് അത്ര താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള മഴയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നീട് ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ നേരിയ തോതിലുള്ള മഴ, മിതമായ മഴ എന്ന് പറയാറുണ്ട്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ്? ഇനി മഴയുടെ അളവനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ദിവസത്തെ മഴ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ 8:30 മുതൽ അടുത്ത ദിവസം രാവിലെ 8:30 വരെയുള്ള റെയിൻഫോൾ ഒരുമിച്ച് നോക്കി അത് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അളവെടുത്തിട്ട് ഇതാണ് മഴ, അന്നത്തെ മഴ എന്നാണ് പറയുന്നത്. ആ 24 മണിക്കൂർ നേരത്തേക്കുള്ള മഴയുടെ അളവ് 0.1 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെയാണെങ്കിൽ നമ്മളതിനെ മിതമായിട്ടുള്ള മഴയെന്നും 15 തൊട്ട് 7 സെൻറ്റിമീറ്ററിന് താഴെ, അതായത് 64.5 താഴെയുള്ള മില്ലിമീറ്റർ വരെയുള്ള മഴയ്ക്ക് നമ്മൾ അത് മിതമായിട്ടുള്ള മഴ എന്നും, പിന്നെ 64.5 മുതൽ മുകളിലോട്ടുള്ളതിന് ഹെവി റെയിൻഫോൾ എന്നാണ് പറയുന്നത്. ഇനി ഹെവി റെയിൻഫോളിനെ തന്നെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ തൊട്ട് 11 സെൻറ്റിമീറ്റർ വരെ, 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയ്ക്ക് ഹെവി റെയിൻഫോൾ എന്നും, കനത്ത മഴ അതുപോലെ 12 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ളതിന് വെരി ഹെവി റെയിൻഫോൾ, അത്യന്തം കനത്ത മഴയെന്നും, 21 സെൻറ്റിമീറ്റർ മുതൽ മുകളിലോട്ടുള്ള മഴയ്ക്ക് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ, അതിതീവ്ര മഴയെന്നുമാണ് പറയുന്നത്. ഇനി ഒരു സ്റ്റേഷനിൽ ഇതുവരെയും പെയ്തിട്ടില്ലാത്തതിൽ കൂടുതൽ മഴ റെക്കോർഡ് ചെയ്തതിലേക്കും മഴയേക്കാൾ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എക്സെപ്ഷണലി ഹെവി റെയിൻഫോൾ എന്നും പറയും. അപ്പോൾ ഇതുപോലെ മഴയെ പല കാറ്റഗറി ചെയ്തിട്ട് അതിനനുസരിച്ച് ഉള്ള ഫോർകാസ്റ്റും, ഇനി ഈ മഴയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ആഘാതത്തിനെ ബേസ് ചെയ്തും നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. ഈ പ്രവചന കേന്ദ്രത്തിൽ ആളുകളുടെ ഒരു ധാരണയായിരിക്കും പ്രവചിക്കുക മാത്രമായിരിക്കും മഴയുണ്ടാകുക, അത് മാത്രമാണോ നടക്കുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുക? നമുക്ക് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പല സ്ഥലങ്ങളിലെ അന്തരീക്ഷ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കുന്ന അളവെടുക്കുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് സർഫസ് ഒബ്സർവേറ്ററി ഉണ്ട്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ടുള്ള ഒബ്സർവേറ്ററി. അതിൻ്റെ അടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉള്ള അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ, താപനില, ആർദ്രത, കാറ്റിൻ്റെ ദിശ, അതിൻ്റെ വേഗത, പിന്നീട് പ്രഷർ, അന്തരീക്ഷ മർദ്ദം, ഇതുപോലുള്ള എല്ലാ പാരാമീറ്ററും, അന്തരീക്ഷത്തിലെ പാരാമീറ്ററും എല്ലാം അതെല്ലാം നമ്മൾ അളവ് എടുക്കുന്നുണ്ട്. അപ്പം ഇത് മെറ്റീരിയോളജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം നോക്കുന്നത്. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെ ഐ ഒബ്സർവേഷൻ മാത്രം ഉള്ള അന്തരീക്ഷത്തിൽ എത്ര ദൂരം വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ദൃശ്യത. അതുപോലെ ആകാശത്തിലെ മേഘങ്ങൾ എത്രമാത്രം വ്യാപിച്ച് കിടക്കുന്നുണ്ട്, ഏതെല്ലാം മേഘങ്ങളാണ് ഉള്ളത്, ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻ, ഇതെല്ലാം ഐ ഒബ്സർവേഷനാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ IMDയുടെ തിരുവനന്തപുരത്തുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഞങ്ങളുടെ ഡൽഹിയിലുള്ള കേന്ദ്രത്തിലേക്ക് ഇത് പാസ് ചെയ്യുകയും, കേരളത്തിൽ നമുക്ക് ഉള്ള സർഫസ് ഒബ്സർവേറ്ററികളിൽ നിന്നുള്ള നമുക്ക് 16 ഒബ്സർവേറ്ററീസ് ഉണ്ട്. അവിടെ നിന്നെല്ലാം മാനുവലായിട്ട് ഉള്ള ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഒബ്സർവേഷൻ എടുത്തിട്ട് അത് തിരുവനന്തപുരത്തുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഓരോ 3 മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത്. ആ ഒബ്സർവേഷൻ എടുത്താൽ അപ്പോൾ തന്നെ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ആ ഡാറ്റ പാസ് ചെയ്യുകയും ഇവിടെ അത് കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഒരുമിച്ച് ഡൽഹിയിലെ ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻ ഹബിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഒരു ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ അവിടെ ഇന്ത്യയിലുള്ള എല്ലാ സർഫസ് ഒബ്സർവേറ്ററിലെയും ഡാറ്റ അതേസമയം അവിടെ എത്തും.
അതുപോലെ ഇന്ത്യയുടെ മാത്രമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളതും ഗ്ലോബലിലുള്ള എല്ലാ WMOയുടെ അണ്ടറിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റേഷനിൽ നിന്നുള്ള ഡാറ്റ അവിടെ എത്തും. അത് തിരിച്ച് നമുക്ക് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് തരും, നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് അത് കിട്ടുന്നത് ഒരു ഗ്ലോബൽ മാപ്പിൽ അത് പ്ലോട്ട് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത്. അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഡാറ്റ കളക്ഷൻ, അതിൻ്റെ അനാലിസിസ് കഴിഞ്ഞിട്ട് ഫോർകാസ്റ്റ് ചെയ്യാം. പിന്നീട് ഇതുപോലെ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, തണ്ടർസ്റ്റോം, ഹീറ്റ് വേവ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള വാണിംഗ് എല്ലാം ഇഷ്യൂ ചെയ്യാൻ പറ്റും. പിന്നീട് ഈ ഡാറ്റ എല്ലാം പല ആൾക്കാർക്കും പല വെതർ സെൻസിറ്റീവായിട്ടുള്ള പല ഏരിയ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആവശ്യമുള്ള ഡാറ്റയും ഫോർകാസ്റ്റും തത്സമയം നമ്മൾ കൊടുക്കുകയാണ്, റിയൽ ടൈമിൽ കൊടുക്കാം. പിന്നെ പഴയ ഡാറ്റ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അത് ആർക്കൈവ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ അത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അത് നാഷണൽ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കുക, അപ്പം നിർമ്മിക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ട് അവിടെ എത്ര മാത്രം മഴ പെയ്യാറുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഉപരിതലം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ടാറിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള പ്ലാനിങ്ങിന് വേണ്ടി ഡാറ്റ യൂസ് ചെയ്യാം. അങ്ങനെ സ്റ്റുഡൻസ്, റിസർച്ച് ഓർഗനൈസേഷൻ എല്ലാം ഡാറ്റ ചോദിക്കാറുണ്ട്. IMDCക്കും ഞങ്ങൾക്കും ഉണ്ട് റിസർച്ച് സെൻറ്റർ പൂനെയിലാണ്, അവിടെയും റിസർച്ച് നടക്കുന്നുണ്ട്. മാഡം, അതേപോലെ തന്നെ മുൻപ് മഴയുടെ മാത്രം മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്, ഇപ്പോഴാണ് ഈ ചൂട് കൂടുന്നതിൻ്റെയൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ മാഡം മുൻപ് സൂചിപ്പിച്ചിരുന്നു പ്രാദേശിക അടിസ്ഥാനത്തിലും നമ്മൾ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്ന്. ഇതെങ്ങനെയായിരുന്നു ഈ മഴയിൽ നിന്ന് വെയിലും അങ്ങനെ ഒരു മാറ്റം? അത് നമ്മളുടെ സമയം ഞാൻ പറഞ്ഞു, പല സീസണും ഓരോ സീസണിലും ഓരോ വെതർ ഫിനോമിനയാണ് കൂടുതലായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ വെതർ ഫിനോമിനയ്ക്കുള്ള ഫോർകാസ്റ്റ് അത് സമയങ്ങളിൽ കൊടുക്കുന്നു. ഇപ്പോൾ വിൻ്റർ സീസണിൽ നമുക്ക് മിനിമം ടെമ്പറേച്ചറിൻ്റെ ഡീറ്റെയിൽസാണ് കൂടുതൽ വേണ്ടുന്നത്. അതുപോലെ സമ്മർ സീസണിൽ വേണ്ടുന്നത് ഉയർന്ന താപനിലയുടേതും. അതുപോലെ ആർദ്രത കൂടുകയാണെങ്കിൽ ചൂടിനോട് തന്നെ ഉയർന്ന താപനില കൂടുന്നതിനനുസരിച്ച് ആർദ്രതയും കൂടുതലാണെങ്കിൽ കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടും. അപ്പോൾ അതൊരു ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വെതർ ഇൻഡെക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത്, അതുപോലല്ല ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സിറ്റുവേഷൻ ആണോ എന്നുള്ള വാണിംഗ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നീട് മഴക്കാലങ്ങളിൽ മഴയും ഇടിയോടുകൂടിയുള്ള മഴയുടെ തീവ്രത അനുസരിച്ച് കൊടുക്കും, അതിനുള്ള വാണിംഗ് കൊടുക്കുന്നുണ്ട്. മാഡം, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് നിരവധി വിമർശനങ്ങൾക്കും ട്രോളുകളും ഒക്കെ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. ഈ വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് ഇപ്പം പറയാനില്ല. കാരണം മാത്തമാറ്റിക്സിൽ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര % പ്രോബബിൾ ആണ് മഴ പെയ്യാൻ. അപ്പോൾ 50% പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകുതി മഴ പെയ്യാനുള്ള സാധ്യത പകുതിയും പെയ്യാതിരിക്കാനുള്ള സാധ്യത പകുതിയും, അങ്ങനെയാണ്. അപ്പം പ്രോബബിലിറ്റി അനുസരിച്ച് ആയിരിക്കും അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നത്. നമുക്ക് ഇപ്പോഴും പ്രോബബിലിറ്റിക്ക് ഫോർകാസ്റ്റ് കൊടുക്കണമെന്നുള്ളതാണ് WMOയുടെ നിർദ്ദേശം അനുസരിച്ച്. നമ്മൾ കൂടുതൽ അതിലേക്ക് എത്തണമെന്നുള്ളതാണ്. കാരണം ഈ പ്രോബബിലിസ്റ്റിക് ഫോർകാസ്റ്റിനകത്ത് നമുക്ക് 0 റെയിൻഫോൾ ആകാം, ചിലപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് റെയിൻഫോൾ, മോഡറേറ്റ് റെയിൻഫോൾ, ഹെവി റെയിൻഫോൾ, ഇതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി എത്രയാണ് എന്നതിനെ ബേസ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കുറേ മെറ്റീരിയോളജിക്കലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്ലോസറി ടേംസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് 25% പ്രോബബിൾ ആണെങ്കിൽ അതിന് ലൈക്ക്ലി എന്നും, 26 മുതൽ 50 വരെയാണെങ്കിൽ വെരി ലൈക്ക്ലി, അതിന് മുകളിലോട്ടാണെങ്കിൽ മോസ്റ്റ് ലൈക്ക്ലി, ഇങ്ങനെയുള്ള മെറ്റീരിയോളജിക്കൽ ഗ്ലോസറി അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ആ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഈ വെതർ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ആക്ഷൻ എടുക്കാൻ ചെയ്യാൻ പറ്റും.
മാഡം, അതേപോലെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. അതേസമയം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഇങ്ങനെ നേരിടുന്നുണ്ടോ? എപ്പോഴും നമുക്ക് ഏത് സെക്ടറിലാണെങ്കിലും വെല്ലുവിളികളുണ്ട്. അപ്പം കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം കേരളത്തിലെ കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥയുടെ പാരാമീറ്ററിൻ്റെ ഒബ്സർവേഷനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകുന്ന ചൂടിൻ്റെ കൂടുതലോ കുറവോ വേറൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന വെതർ ഫിനോമിനെ കൂടെ അത് ബാധിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടെലി കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്ലോബലി ഉണ്ടാകുന്ന എല്ലാ വ്യത്യാസങ്ങളും ഇപ്പോൾ നോക്കുകയും അതിനനുസരിച്ചുള്ള മോഡലിനകത്ത് ഈ ഡാറ്റ എല്ലാം അസിമുലേറ്റ് ചെയ്ത് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ആ സ്ഥലത്തെ ഫോർകാസ്റ്റ് കൂടുതൽ കൃത്യതയിലേക്ക് കൊടുക്കാൻ പറ്റും, കൃത്യതയോടുകൂടി. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫോർകാസ്റ്റും അതുപോലെ വാണിങ്ങും എല്ലാം കൂടുതൽ എല്ലാ സെക്ടറിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് കിട്ടുന്ന എല്ലാ സെക്ടറിലുള്ള ആൾക്കാരും അത് കൂടുതൽ പാലിക്കണം. പിന്നീട് നേരത്തെ നമ്മൾ വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് വാട്ട് ദി വെതർ വിൽ ബി എന്നായിരുന്നു ചോദിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ വാട്ട് ദി വെതർ വിൽ ഡു അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വെതറിന് ജനങ്ങളിൽ അല്ലെങ്കിൽ പല സെക്ടറിൽ ഉണ്ടാക്കാവുന്ന ആഘാതം പലതരത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് ആഘാതത്തിനെ ബേസ് ചെയ്ത് ഫോർകാസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഹെവി റെയിൻഫോളിന് അതിന് നമ്മൾ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് ഫോർ ഹെവി റെയിൻഫോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് ഫോർ തണ്ടർസ്റ്റോം ഉണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ ഹീറ്റ് വേവ്, കോൾഡ് വേവ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിലുമെല്ലാം ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഹീറ്റ് വേവ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിലും IBF തന്നെ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഒരുപാട് നന്ദിയുണ്ട് മാഡം ഒരു പ്രതികരണത്തിന് വേണ്ടി. മാഡത്തിൻ്റെ ഈ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്ന പ്രേക്ഷകരോട് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.